പലപ്പോഴും നമ്മളുടെ സ്മാർട്ട് ഫോണിൽ ചില അപ്ഡേഷന് ശേഷം ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകാം. കൂടുതലും ഐഫോണുകൾക്കും പിന്നെ ഒരുപക്ഷെ സാംസങ്ങിൻ്റെ അല്ലേ പ്രീമിയം ഫോണുകൾക്കാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ ആരെങ്കിലും ഒരു പ്രശ്നത്തിനെ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആകട്ടെ ഒരു വീഡിയോ. ഇത് നമ്മുടെ പ്രിയ സുഹൃത്ത് റമീസാണ്, എറണാകുളത്ത് കലൂര് പെട്രോ മില്ലർ 585 ഓപ്പോസിറ്റ് ഐനെക്സ് എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാധനം പറഞ്ഞത് റമീസ്? നമുക്കതൊരു ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റിയുടെ ഒരു ഡിഫറൻസ് കൊണ്ട് വരുന്നതാണ്. ഐഫോണിന്റെ പ്രീമിയം മോഡൽസിന്റെ നിലവിലുള്ള അപ്ഡേഷൻ നമുക്ക് നിലവിലുള്ള ഡിസ്പ്ലേ അഫോർഡ് ചെയ്യാണ്ട് വരുമ്പോഴാണ് ആ ഡിസ്പ്ലേ അടിച്ചു പോകുന്നത്. അടിച്ചു. അപ്പൊ നിലവില് നമ്മള് ഷോറൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നിലവിൽ നമുക്ക് കിട്ടുന്നുള്ളൂ. റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതെ, നമുക്ക് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പക്കയായിട്ട് നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാം. റീപ്ലേസ് ചെയ്യുന്നതിന് പകരം നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാം. റിപ്പയർ ചെയ്യാൻ പറ്റും. ഇതാണ് നിലവിൽ അതിന് കംപ്ലൈന്റ് വരുന്ന ഒരു സൈഡ്. ഡിസ്പ്ലേയുടെ കംപ്ലൈന്റ് വരുന്ന സ്ട്രിപ്പാണ് ഇത്. ഈ സ്ട്രിപ്പിനാണ് കംപ്ലൈന്റ് വരുന്നത് സാധാരണ. ഓക്കെ. ഇപ്പൊ ഇത് കണ്ടോ, ഇതൊരു ഡെമോ പീസാണ്. ഇതിലെന്താ നോർമലി സംഭവിക്കുന്നത്? ആക്ച്വലി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഓവർ വോൾട്ടേജ് കയറിയിട്ട് ഈ സ്ട്രിപ്പ് ബേൺ ആയി പോവാണ് ചെയ്യുന്നത്. അതിന്റെ ശരിക്കും സംഭവം അതാണ്. അപ്പോൾ നോർമലി പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേ മാറണമെന്ന് പറയും. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാല് ഈ സ്ട്രിപ്പ് മാത്രം ഈ മെഷീൻ വെച്ച് മാറിയെടുക്കും. എന്നിട്ട് നമ്മൾ ഇതേപോലെയുള്ള സ്ട്രിപ്പ് അതിലേക്ക് പറ്റിയത് കൊടുക്കും അല്ലേ? അതാണ് ടെക്നിക്കലി സംഭവിക്കുന്ന ഒരു ഇഷ്യൂസ്. എത്ര വർഷം വാറണ്ടി? നമുക്ക് 3 മാസം ഇതിന് റിപ്പയറിംഗ് വാറണ്ടി കൊടുക്കാൻ പറ്റും. അതിന് ഉപയോഗിക്കുന്നതാണോ ഈ ഒരു മെഷീൻ? അതെ, ഈ മെഷീൻ അതിന് വേണ്ടി യൂസ് ചെയ്യും. നോർമലി ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചത് ഐഫോണിനെ അല്ലേ? അതുപോലെ ഏതൊക്കെ ഫോണാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്? പ്രീമിയം മോഡൽസിനാണ് നോർമലി ഇഷ്യൂ വരുന്നത്. S22 അൾട്ര, സാംസങ്ങിന്റെ S23 അൾട്ര, പിന്നെ ഐഫോണിന്റെ മോഡൽസിനുമാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. നമ്മൾ കമ്പനിയിലാണ് ചെല്ലുന്നെങ്കിൽ എക്സാമ്പിൾ കാണിക്കുകയാണ്. ഇത് ടോട്ടലായിട്ടായിരിക്കും മാറുന്നത് അല്ലേ? ഈ ഡിസ്പ്ലേയും ഈ ഒരു പോർഷൻ ഉൾപ്പെടെ ഈ സ്ട്രിപ്പ് ഉൾപ്പെടെ ആയിരിക്കും മാറുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രിപ്പിനെ മാത്രം റീപ്ലേസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടോ എന്ന് അർത്ഥം. അപ്പം നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ഇപ്പോൾ ഐഫോണിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഗ്രീൻ സ്ക്രീൻ പ്രശ്നത്തോടു കൂടി നിങ്ങളുടെ ഫോണിന് എന്തെങ്കിലും, ഐഫോണല്ല സാംസങ്ങിൻ്റെ ഫോണൊക്കെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം അനുഭവിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് വരിക. നമ്മുടെ റമീസിൻ്റെ നമ്പറൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ റമീസേ. എറണാകുളത്ത് ഇനി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊറിയർ ചെയ്താലും മതി, സാധനം ശരിയാക്കി കൊടുക്കും.